ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ചിക്കൻ അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഞാനിത് അരമണിക്കൂർ ഫ്രീസറിലാണ് വെക്കുന്നത്. ഇന്ന് വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത പരിപാടി നമ്മുടെ പാസ്ത ഒന്ന് കുക്ക് ചെയ്ത് വെക്കലാണ്. പാസ്ത വേവിച്ചെടുക്കാനായിട്ട് കുറച്ചധികം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചധികം ദിവസമായിട്ടോ ഞാനിവിടെ സ്പൈറൽ പാസ്ത വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇത്തവണ സ്പൈറൽ പാസ്തയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത നിങ്ങൾക്ക് എടുക്കാം. പാസ്ത കാണാൻ നല്ല ഭംഗിയില്ലേ? പതിവ് പോലെ ഇന്നും ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. പാസ്ത വെള്ളത്തിലിട്ടതിന് ശേഷമാണ് കേട്ടോ ക്യാമറ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇട്ടതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തിളച്ച വെള്ളത്തിലോട്ട് പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. സോസ് പാനിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച പാസ്തയുടെ കുക്കിംഗ് ടൈം 8 മിനിറ്റ് ആയിരുന്നു. 8 മിനിറ്റ് ആയപ്പോഴത്തേക്കും പാസ്ത സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം പാസ്ത പച്ചവെള്ളത്തിൽ 2-3 തവണ ഒന്ന് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പാലും മൈദപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് 2 കപ്പ് പാല് ധാരാളം ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. ആകുമ്പോഴത്തേക്കും ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ബട്ടറിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ മാത്രം വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞതും 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1 കപ്പ് നമ്മുടെ സ്വീറ്റ് കോണും പിന്നെ 1 കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് പച്ചക്കറികൾ വേവിച്ചെടുക്കാം. നമ്മൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ചിക്കൻ ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
ചിക്കനിലുള്ള വെള്ളമൊക്കെ വന്നപ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ്. ബട്ടറിൽ ഇതുപോലൊന്ന് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റായിട്ട് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മാറ്റി വെക്കാം. പച്ചക്കറി ഇതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അടച്ചു വെച്ച് പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിക്കോളൂ. ഉപ്പോ എരിവോ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി പച്ചക്കറി കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാസ്തയും പച്ചക്കറികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പച്ചയും മഞ്ഞയും ഓറഞ്ചും എല്ലാം കൂടിയിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1/4 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പാസ്ത ഇപ്പോൾ വിളമ്പുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പാല് കുറവായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ വിളമ്പുകയാണെങ്കിൽ 2 കപ്പ് പാലും 2-3 സ്ലൈസ് ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. വൈറ്റ് സോസും പാസ്തയും ചീസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ആയതിനു ശേഷം 1 ടീസ്പൂൺ പാഴ്സ്ലി ലീവ്സും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡിയായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അവസാനം കഴിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എനിക്കെന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കഴിക്കാൻ നേരം ഇതുപോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് വീണ്ടും 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാസ്ത ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ നേരത്തെ തന്നെ പാസ്ത ഉണ്ടാക്കി വെച്ചിട്ട് തിക്കാവുകയാണെങ്കിൽ ഇതുപോലെ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ്. ടേസ്റ്റി മാത്രമല്ല കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലായും ബട്ടർ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടെ തന്നെ വിളമ്പാനായിട്ട് നോക്കുക. അല്പം ചില്ലി ഫ്ലേക്സും ഡ്രൈ പാഴ്സ്ലി ലീവ്സും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായും റിലേറ്റീവ്സുമായും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.